ഹലോ ഗായ്സ്, ഞാൻ ആര്യ. നെസ്റ്റ് ഓഫ് രുദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ രുചികരമായിട്ടും എങ്ങനെയാണ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ഇടത്തരം വലിപ്പമുള്ള 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂൺ നെയ്യുമാണ് എടുത്തിരിക്കുന്നത്. അതിന് 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കശുവണ്ടി, ഉണക്കമുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. ഇതുപോലെ ക്യാരറ്റിനെ എല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം പാകം ചെയ്യാനുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1.5 ടേബിൾ സ്പൂൺ നെയ്യും അതിലേക്ക് ചേർത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതിലേക്കിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന ടൈം വരെ നമ്മളതിനെ റോസ്റ്റ് ചെയ്തെടുക്കും. ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിലുള്ള ഉണക്കമുന്തിരിങ്ങയെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു, ഞാൻ അതുകൊണ്ട് ഇതിട്ടു. ഇതുപോലെ കളർ മാറിയതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3-3.5 മിനിറ്റ് സമയത്തേക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. 3 മിനിറ്റിന് ശേഷം നിങ്ങൾ തുറന്ന് നോക്കുക, നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ഒരുപാട് സമയത്തേക്ക് വേവിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ 1/4 കപ്പ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എപ്പോഴും മധുരം ആവശ്യത്തിനാണ്. നിങ്ങൾ മധുരപ്രിയരാണെങ്കിൽ അതനുസരിച്ചിട്ട് ഇടുക, അല്ലെങ്കിൽ കുറച്ചിടാം. ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞതാണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്തും. നമുക്കൊരു 2 മിനിറ്റോളം നമുക്ക് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/4 കപ്പ് പാല് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തുറന്ന് വെച്ചിട്ട് നമ്മുടെ പാല് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ. ഇതുപോലെ പാല് നന്നായിട്ട് വറ്റി ഈ ഒരു ഫോമിലേക്ക് എത്തി വരണം. ഇങ്ങനെ ഇളകി മാറി വരുന്ന ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങാവുന്നതാണ്. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സർവീസ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒപ്പം മധുരപ്രിയർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് നമ്മുടെ ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ അതിലേക്ക് ചെറുതായിട്ട് ബദാമും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ഈ വീഡിയോയും ഒപ്പം എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് എത്തുകയും നിങ്ങൾക്ക് വേഗം കയറി കാണാവുന്നതുമാണ്. ഒപ്പം എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക.